ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഓണം വ്ലോഗാണ്. നമുക്ക് ലൈറ്റ് ആയിട്ടൊരു ഓണം. അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. വായു ഗായ്സ്, ഇത് ഇവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടെ ചെയ്ത ഒരു അത്തപ്പൂക്കളമാണ്. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഫോട്ടോ കണ്ണിക്കാട്ടി നേരിട്ടാണ് കാണാൻ ഭംഗി. ആൻഡ് അവർ നല്ലപോലെ അത് ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അരുവിക്കര ഭഗവതി ടെമ്പിളിലാണ് പോകുന്നത്. എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് അവിടെ പോയി തൊഴാറുണ്ട്. അത് ഇതുവരെ മുടങ്ങിയിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഓണം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഷോയാണ് കാണാൻ വയ്യാത്തത്, സഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ അച്ചാച്ചനെ അച്ചാമ്മയും കൊണ്ടാണ് അമ്പലത്തിൽ പോകണം. അപ്പോൾ നമ്മൾ അവരെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. ഹായ്. അങ്ങനെ നമ്മൾ അച്ചാച്ചനെ അച്ചാമ്മയും വിളിച്ചു. അധിക ദൂരം ഇല്ല അവിടെ നിന്ന് അരുവിക്കരയിലോട്ട് പോകാൻ. പിന്നെ അമ്പലം ഒരു പോസിറ്റീവ് വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഒരു വൈബൊക്കെ. കാരണം രാവിലെ ചെന്നാൽ അവിടെ നമുക്ക് നല്ലൊരു ആംബിയൻസും പോസിറ്റിവിറ്റിയൊക്കെ തോന്നാറുണ്ട്. പിന്നെ അമ്പലം പണിയൊക്കെ തുടങ്ങി നല്ല രീതിയിലാക്കിയിട്ടുണ്ട് അവർ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിച്ചേർന്നേക്കാണ്. ഇപ്പം തന്നെ നല്ല ഭംഗിയാണ് അമ്പലത്തിനെ കാണാൻ. പിന്നെ തിരക്കും ഉണ്ടായിരുന്നു അമ്പലത്തിൽ. സോറി ഗൈസ്, നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് എല്ലാം ചെയ്യുക. വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും, എഡിറ്റ് ചെയ്യാൻ മടി. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. അങ്ങനെ അമ്പലത്തിലോട്ട് കാലെടുത്ത് വെച്ചു. ആൻഡ് ഈ ഒരു വൈബ്, അമ്പലത്തിൻ്റെ അകവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പാറക്കെട്ടുകളും മരങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു നല്ല വൈബായിരുന്നു. കൂടാതെ തന്നെ അരുവിക്കര ഡാമാണിത്. ഇപ്പം അങ്ങോട്ട് ഇറക്കില്ല, വെള്ളമൊക്കെ കയറി കിടക്കണതുകൊണ്ട് തന്നെ ഇപ്പം അവിടെ ഇറക്കില്ല. കഴിഞ്ഞ വർഷം പോയപ്പോഴൊക്കെ അവിടെ ഇറക്കുമായിരുന്നു. ഇപ്പോൾ വെള്ളം കയറി, മഴയൊക്കെ വന്ന് വെള്ളം കയറിയോണ്ട് ഇറക്കില്ല. അങ്ങനെ നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് അല്പസ്വല്പം ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ മീനുകൾക്ക് അരി ഇട്ട് കൊടുക്കാൻ പോയി. അത് ഇവിടെ തന്നെയാണ്, സൈഡിലായിട്ട് അവർ ഒരു സ്ഥലം കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം അരി ഇട്ടൊക്കെ കൊടുത്തു. മീനുകളെയൊന്നും കണ്ടില്ല, ഞാൻ ദൂരെ നിന്നാണ് എറിഞ്ഞത്. ഞാൻ സൂം ചെയ്തെടുത്തതാണിത്. ഇവിടെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, ഡാമൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്നാലും. അങ്ങനെ മീനുകൾക്കൊക്കെ അരിയിട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു പാർക്കിലോട്ട് പോകണം. അവിടെ ഊഞ്ഞാലെന്തോ കെട്ടിയിട്ടിട്ടെന്നും പറഞ്ഞ് ഞാനും ആടും, അത് വേറെ കാര്യം. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു ഊഞ്ഞാലും അവിടെ ഇല്ലായിരുന്നു. പാർക്ക്, മറ്റേ സീസോ, സ്ലൈഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും കയറാൻ നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളും കണ്ട് അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പോസ്റ്റ് അടിച്ചാണ് ഇരിക്കണമെങ്കിലും നിങ്ങൾ വേറൊരു കാര്യം കണ്ടോ, 2 കുട്ടികളിരുന്ന് കറങ്ങുന്നത്. അരമണിക്കൂറോളം നമ്മൾ അവിടെ ചിലവഴിച്ചു. അച്ഛൻ്റെ കൂട്ടുകാരന്മാർ, അവരുടെ ഫാമിലിയൊക്കെ വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറേ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഞാനായിട്ട് കുറയ്ക്കണം എന്തെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം അതിലിരുന്ന് കറങ്ങി. ചുമ്മാ ഒരു രസം. പിന്നെ ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് നമ്മളിനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നില്ല, തൊഴാൻ പറ്റുമോ ഇല്ലെന്നോ. തൊഴാൻ പറ്റില്ലെങ്കിൽ ഇനിയൊരു ദിവസം പോകാമെന്നാണ് വിചാരിച്ച് വെച്ചേക്കണത്. തൊഴാൻ കഴിയുമെങ്കിൽ തൊഴും, ഇല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ സദ്യയുമുണ്ട് തിരിച്ചു വരും. വേറൊരു ദിവസം നമുക്ക് തൊഴാമെന്ന് കരുതി വരാം. ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണും. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാം. പിന്നെ അവിടെ ഫോണൊന്നും കയറ്റി വിടൂല. നമുക്ക് ഫോണൊന്നും അകത്തോട്ട് കൊണ്ടുപോകാനോ ഫോട്ടോഗ്രാഫിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിക്കുകയാണ്. ഇനി കഴിച്ചിട്ടാവാം ബാക്കി. വിശന്നാൽ നിങ്ങളല്ലാതാവും എന്ന് പറയില്ലേ, ആ അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് കഴിച്ചു, ലൈറ്റായിട്ട് കഴിച്ചു, അവിടെ ചെന്ന് ഉണ്ണാനുള്ളതല്ലേന്ന് വിചാരിച്ച്. അങ്ങനെ കിഴക്കേ കോട്ടയോട്ട് പോയപ്പം നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നമ്മളതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് വിട്ടു. ഓണമായിട്ടും തിരക്കാണ് ഗൈസ് ഇവിടെ മൊത്തം. പിന്നെ പല കുറുക്ക് വഴികളും കണ്ടുപിടിച്ച് നമ്മൾ അതുവഴിയൊക്കെ പോയി ഒടുക്കാൻ നമ്മൾ അമ്പലത്തിൽ എത്താറായി ഗൈസ്. കുറുക്ക് വഴി കണ്ടുപിടിച്ചിട്ട് അവിടെയും ബ്ലോക്കാണ്, ഒരു നിവർത്തിയില്ല. അങ്ങനെ കുറേ നീണ്ട മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയെല്ലാം നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടു. അങ്ങനെ ഈ വേഷത്തിൽ നമ്മൾ പോയി ലൈനിൽ നിന്നു, സദ്യ ഉണ്ടു, തിരിച്ച് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്താണെന്തോ സുഖമായിട്ട് റോഡ് വഴി വരാൻ പറ്റി. അങ്ങനെ നമ്മൾ അച്ചാച്ചനും അച്ചാമ്മയും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. ഈ ഓണത്തിന് നമ്മൾ അമ്പലത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോയാലും വിചാരിച്ച് സിനിമയ്ക്ക് ബുക്ക് ചെയ്തു. അങ്ങനെ അച്ചാച്ചനും അച്ചാമ്മയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. കാരണം നല്ല ഉറക്കവും വരണോണ്ട്, രാവിലെയൊക്കെ എണീച്ചുകൊണ്ട് ഒന്ന് കിടക്കണമെന്നുമുണ്ട്, സദ്യ ഉണ്ടതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മത്ത് പിടിച്ചങ്ങ് ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരത്തിന് ശേഷം ഒടുക്കം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മുട്ടൻ പണി. അത് ഞാൻ കാണിച്ചു തരാം കാഴ്ച. അതിനു മുമ്പ് ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിക്കോട്ടെ. എങ്ങനെയുണ്ട് ട്രാൻസ്ഫോർമേഷൻ? കമൻറ്റ് ബിലോ.
അപ്പോഴാണ് ഒരു മുട്ടൻ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയത്. രാവിലെ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് പോയി എൻ്റെ റൂം കണ്ട് എനിക്ക് തന്നെ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ നമ്മളെ റൂം നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ, അങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങി. ടൈം ലാപ്സ് ഇട്ടപ്പോൾ എന്ത് വേഗത. അങ്ങനെ നമ്മൾ 11:30 ആയപ്പോൾ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങി ഗായ്സ്. കൈരളി തിയേറ്ററിലാണ് പോയത്. നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത്? ലോക സിനിമ. പോയപ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു എങ്ങനെ ഇരിക്കും സിനിമ, എന്ത് രീതിയിലാണെന്നൊക്കെ. എല്ലാവരും പറഞ്ഞു കൊള്ളാം, നല്ല സിനിമയാണെന്ന്. കഥയൊന്നും കേൾക്കാതെ ഒരറിവും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. ബട്ട് മൂവി വാസ് ഓസം. ഒന്നും പറയാനില്ല, നല്ലൊരു മൂവിയാണ്. കാണാൻ പറ്റുന്നവർ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. OTT വരെ കാത്തിരിക്കേണ്ട, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക ഈ സിനിമ എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ ഒരു മൂവി നല്ല രീതിയിൽ അവർ സ്ക്രീൻ പ്ലേയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയി കാണുക. OTT വരെ കാത്തിരിക്കാതെ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് മൂവി കണ്ടു തീർന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അല്പസമയം നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ ഓണാഘോഷം ഇതൊക്കെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ സിനിമ തുടങ്ങി ഗായ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമ നേരത്തെ കണ്ടുകൊണ്ട് എനിക്ക് നേരത്തെ റിവ്യൂ പറയാൻ പറ്റി. ആരും വീഡിയോ ലാസ്റ്റ് വരെ കാണൂലെന്ന് എനിക്കറിയാം. കാണുന്നവർ കാണട്ടെ, ഇങ്ങനെയല്ലേ എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ സിനിമ തീർന്നെന്ന് വിചാരിച്ച് എല്ലാവരും എണീറ്റ് വരാൻ തുടങ്ങി. ചിലവരൊക്കെ നിന്ന് കണ്ടു. അത് നിങ്ങൾക്ക് മനസ്സിലാവും, സിനിമ പോയി കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് 3:30 വീട്ടിൽ എത്തി. ഉറക്കം തൂങ്ങി ക്രാവിയാണ് എൻ്റെ കണ്ണിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ബൈ പറയാം. ടാറ്റ.